എന്റെ മുമ്പില് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മാറ്റിപ്പിടിക്കേണ്ട ഒരു സീസൺ ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ സാധാരണ സീസണിൽ ഉണ്ടാവാറില്ല. പക്ഷെ എന്റെ മനസ്സിൽ ചെറിയൊരു ചിന്ത, കാരണം ഇത് മാറ്റി പിടിക്കേണ്ട സീസൺ ആയ കാരണം ഫസ്റ്റ് തന്നെ ഞാൻ പോയാലോ. കാരണം ഞാൻ അവരെ ഓരോരുത്തരും നോക്കുമ്പോൾ എല്ലാവരും ഓരോ രീതിയിൽ പ്രശസ്തരായ ആൾക്കാരാണ്. ഞാൻ മാത്രമാണ് ഈ ഉണ്ട കൊണ്ട് വന്ന ആള്. അതും ഏഷ്യാനെറ്റിന്റെ ഒരു കാരുണ്യതലാണ്. അതായത് ഏഷ്യാനെറ്റ് ആ പ്രമോ കാര്യങ്ങളൊക്കെ ഇട്ട കാരണമാണ് എന്നെ നാലാൾക്കാർ മനസ്സിലാവാൻ തുടങ്ങിയത്. ഞാൻ ഇതിനു മുമ്പ് കുറെ പ്രോഗ്രാംസ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, കുറെ നാളായി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്നെ പ്രൂവ് ചെയ്യേണ്ടത് എന്റെ മാത്രം കടമയായി മാറി. അവിടെ ഞാൻ എന്താണ് എന്ന് ഞാൻ തന്നെ പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അതെ, എല്ലാവരും യൂട്യൂബേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നിലൊന്ന് മെച്ചമുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഞാൻ പറയട്ടെ, ഈ 19 പേരും കഴിവുള്ള ആൾക്കാരാണ്. ഞാൻ ചിന്തിച്ചത് എന്നെക്കാളും 100 മടങ്ങ് കഴിവുള്ള ആൾക്കാരാണ് എതിരെ നിൽക്കുന്ന. എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പൊ തോന്നുന്നത്, ഇപ്പൊ സാധാരണ ഞാൻ കളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, പഴം വിഴുങ്ങിയ പോലെ കളിക്കാതെ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോരണ സമയത്ത് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ചിലപ്പോൾ എന്റെ അമ്മയുടെ അടുത്തോ ചേട്ടൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ വൈഫിന്റെ അടുത്തൊക്കെ ഞാൻ പറയും, ഷോ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നേനെ, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ അറിയാമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല. കാരണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയൂ അത് മുഴുവൻ ഞാൻ 7 ദിവസം കൊണ്ട് അവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. 100 ദിവസം നിൽക്കുന്ന കണ്ടന്റ് ഞാൻ 7 ദിവസം കൊണ്ട് ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ ഇനിയുണ്ട്, ആവനാടിയിൽ ഇനിയും അമ്പുകൾ കിടക്കാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് ബിഗ് ബോസിനോട് ഞാനൊരു ഹിന്റ് പോലെ പറയുന്നുണ്ടായിരുന്നു. കാരണം അടുത്തത് ഞാൻ പിടിക്കാൻ പോകുന്നത് ഹ്യൂമറാണ്. RJ BB ഗ്രൂപ്പ്, കൈരിയുടെ മക്കളെ. ഞാൻ എന്റെ കളികള് നല്ല രീതിയിൽ ആദ്യത്തെ 3 ദിവസം നെഗറ്റീവ് സ്പ്രെഡ് ആണ് എനിക്കറിയാം. ഞാനൊരു പ്രേക്ഷകനായിട്ട് ഇരുന്നതാണ്. 5 സീസൺ ഞാൻ കണ്ട ആളാണ്. അപ്പൊ ഞാൻ പ്രേക്ഷകനായിട്ടിരിക്കുമ്പോൾ എനിക്കറിയാം പ്രേക്ഷകരുടെ പൾസ്. ആദ്യത്തെ 3 ദിവസം എനിക്ക് നെഗറ്റീവ് തന്നെയാണ് പുറത്ത് സ്പ്രെഡ് ആവുന്നത് എന്റെ മനസ്സിൽ ഉറപ്പായിട്ടും. ഞാൻ അവിടെ കാട്ടിക്കൊടു തന്നെ ഞാൻ പൂർണിമേനെ നോക്കിയിട്ട് ഇങ്ങനെ എപ്പോ നോക്കിയാലും ചൊറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പൂർണിമ എന്താ വിചാരിക്കും, ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ സാധനം പുറത്തായ മതി. അപ്പൊ ഞാൻ ആ 18 പേരുടെയും വെറുപ്പ് സമ്പാദിച്ചു. എനിക്ക് അതെ, വെറുപ്പ് സമ്പാദിച്ചിട്ട് പിന്നെ ഞാനിത് ഹ്യൂമറിലൂടെ ഇവരൊക്കെ എന്റെ കയ്യിലേക്ക് ആക്കാം. അവസരം കിട്ടി. ഞാൻ ജിൻഡുവിലൂടെയാണ് തുടങ്ങിയത്. അത് ജയിലിൽ പോയപ്പോ ജാൻമണിയായിട്ട് എനിക്ക് ആ ജയിലിൽ തന്നെ ജാൻമണിയായിട്ട് മുറുക്കുന്നത് ഞാൻ മനഃപൂർവ്വം ജാൻമണിയോട് പറഞ്ഞതാണ്. ശരിക്കും ജയിലിന്റെ പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല. ജാൻമണി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു പുറത്തേക്ക്. എന്നിട്ട് എന്റെ മുഖത്ത് കൂടി കരയാണ്. ഞാൻ പറഞ്ഞു, എന്തിനാ കരയണത്, കരയണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ ജാൻമണിയുടെ മുറുക്ക് ഭയങ്കര വൈറലായി തോന്നുന്നു. മുറുക്ക് എന്നൊക്കെ പറഞ്ഞ. അതെ അതെ. അപ്പൊ ഞാൻ ജാൻമണിയിൽ നിന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത് മുറുക്ക്. അപ്പൊ ഞാൻ അവിടെ 2 പേരെ എന്റെ ഇതിലേക്ക് ആക്കി. ജിൻഡോ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് അത്രയും വലിയ ക്ലോസ് ആയി. ജയിലിലൂടെ അവിടെ ഒരുപാട് ഹ്യൂമറുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.